മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കിൾസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിലാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഞാനത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടില്ല. കാരണം ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസാണ് പരമാവധി വരുത്താൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. 1-2 ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ടെക്സ്റ്റ് ബുക്ക് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ടെക്സ്റ്റിൽ നിന്ന് സെയിം ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചതുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ നന്നായി പഠിക്കുമല്ലോ. ഇത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. In the figure, common tangents AB and CD to the two circles with the centers O1 and O2 intersect at E. Prove that AB equal to CD. ഓക്കെ, നമുക്ക് എന്താ ഫിഗറിൽ തന്നിരിക്കുന്നത് നോക്കൂ. ഈ ഫിഗറിൽ ഇ എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റിൽ നിന്നും നമുക്ക് ഈ O1 O2 സെൻറ്റേഡ് ആയിട്ടുള്ള 2 സർക്കിളിലേക്കും ടാൻജൻറ്റ് വരച്ചിരിക്കുക. ഇത് കണ്ടോ, എ ബി എന്ന് പറയുന്ന ഒരു ടാൻജൻറ്റ്, അതേപോലെ സി ഡി എന്ന് പറയുന്ന ടാൻജൻറ്റ്. ഈ രണ്ട് ടാൻജൻറ്റിൻ്റെ ലെങ്ത് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂവ് ദാറ്റ് എ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു സി ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് കോമൺ ടാൻജൻ്റ് ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും O1 സെൻറ്റേഡ് ആയിട്ടുള്ള ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ എ ഇ ദറ്റ് ഇസ് ഈക്വൽ ടു ഇ സി എന്ന് നമുക്ക് പറയാം അല്ലേ. എ ഇ സി ദറ്റ് ഇസ് ഈക്വൽ ടു എ ഇ. റീസൺ എന്താണ് നമ്മൾ എഴുതാം, അതായത് പ്രൂഫാണ് ഇത്. ഇതിന് പ്രൂഫ് എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് എ ഇ ദറ്റ് ഇസ് ഈക്വൽ ടു ഇ സി. ഇവിടെ ഈ എ ഇ ആൻഡ് ഇ സി ആർ ടാൻജൻസ് ഫ്രം ദ പോയിന്റ് ഇ ടു ദ സർക്കിൾ വിത്ത് സെൻറ്റർ O1. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇ ഡി ദറ്റ് ഇസ് ഈക്വൽ ടു ഇ ബി എന്നെഴുതാം. ഓക്കെ, എന്താ കാരണം, O2 എന്ന് പറയുന്ന സെൻറ്റർ ഓക്കെ, എ ഇ ദറ്റ് ഇസ് ഈക്വൽ ടു ഇ ഡി എന്ന് പറയാം. അതായത് ഇ എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്ക് ഉള്ള ടാൻജൻസ് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്താ എഴുതാം, ഇ ബി ആൻഡ് ഇ ഡി ആർ ടാൻജൻസ് ഫ്രം ഇ ടു സർക്കിൾ വിത്ത് സെൻറ്റർ O2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനെയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതായത് എ ഇ പ്ലസ് എ ഇ, നമുക്ക് ഈ ലെങ്ത്ത്, ഇനി ഇവിടെ നിന്ന് ഈ ലെങ്ത്ത് എടുക്കാം. കണ്ടോ, എ ഇ പ്ലസ് ഇ ബി. ഇതിനെ നേരത്തെ തിരിച്ചെഴുതാമല്ലോ. എനിക്ക് ഇ ബി എടുത്തു. ഓക്കെ, അതുപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, എനിക്ക് ഇ സി ദറ്റ് ഇസ് ഈക്വൽ ടു നോക്കൂ ഇ ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും ഈക്വൽ. ഇത് പ്ലസ് ആയി, അതായത് എ ഇ പ്ലസ് ഇ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി ആണ്. ഇ സി പ്ലസ് ഇ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സി ഡി ആണ്. അപ്പോൾ നമ്മോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, എ ബി ദറ്റ് ഇസ് ഈക്വൽ ടു ഇ ഡി. അതായത് ഈ ലെങ്ത്തിന് ഈക്വലാണ്, ഈ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പോൾ ഇത് പ്ലസ് ഇത് ദറ്റ് ഇസ് ഈക്വൽ ടു സി ഡി. അതുപോലെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ദിസ് പ്ലസ് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ഇ ബി. അപ്പോൾ നമുക്ക് ആഡ് ചെയ്തു, ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure, PQ is a chord of a circle, center O and PT is a tangent. Angle QPT equal to 60 degree. Find angle PRQ. നോട്ട് PRQ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഗിവൺ തന്നിരിക്കുന്നത് നമുക്ക് എന്താണ്, QPT ഈക്വൽ ടു 60 ഡിഗ്രി. ഇത് ഗിവൺ ആണ്. അപ്പോൾ പ്രൂഫ് എന്താണ്, പ്രൂഫ് എടുക്കുന്നതിന് മുമ്പ് ടു പ്രൂവ് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, ടു പ്രൂവ് ദാറ്റ് ഇസ് ഈക്വൽ ടു PRQ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൂഫ് എടുക്കുകയാണ്. QPT that is equal to QPT, this angle equal to 60 degree. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ദിസ് ആംഗിൾ ഈക്വൽ ടു 60 ഡിഗ്രി
അപ്പോൾ ഇത് വരച്ചാൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും, അതായത് given that അപ്പോൾ QPT that is equal to 60 degree. ഇനി OP perpendicular to PT, then angle OPT that is equal to 90 degree. This full angle 90 degree ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ OPQ, ഈ ആംഗിൾ എന്താണെന്ന് നോക്കൂ, OPQ that is equal to നമുക്ക് 90 minus 60 that is equal to എനിക്ക് 30 degree എന്ന് എഴുതാം. ഓക്കെ, ദിസ് ആംഗിൾ ഇസ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ആംഗിളും നമുക്ക് എന്ത് ചെയ്യാം, 30 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് എന്താ റീസൺ, OP ദാറ്റ് ഇസ് ഈക്വൽ ടു OQ ഉണ്ടോ, റേഡിയസ് ആണ്. ഇത് റേഡിയസ് ഓഫ് ദ സെയിം സർക്കിളിൻ്റെ റേഡിയസ് ഈക്വൽ ആണ്. ദെയർഫോർ ട്രയാങ്കിൾ OPQ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ ഈക്വൽ ആണ്, ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് ആംഗിൾ O പ്ലസ് ആംഗിൾ P പ്ലസ് ആംഗിൾ Q ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പോൾ 30 പ്ലസ് 30 അപ്പോൾ 60 പ്ലസ് ആംഗിൾ O ദാറ്റ് ഈസ് ഈക്വൽ ടു 180 അല്ലേ. അപ്പോൾ ആംഗിൾ O എത്ര കിട്ടി, ആംഗിൾ O ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് 120. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം, ഈ ആംഗിൾ ഇവിടെ വരെയുള്ള ഈ ആംഗിൾ എന്താണ്, റിഫ്ലെക്സ് ഓഫ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് എഴുതാണ് റിഫ്ലെക്സ് ആംഗിൾ POQൻ്റെ റിഫ്ലെക്സ് ആംഗിൾ. റിഫ്ലെക്സ് ആംഗിൾ ഓഫ് POQ ദാറ്റ് ഈസ് ഈക്വൽ ടു 360 മൈനസ് 120 ദാറ്റ് മീൻസ് 240. അങ്ങനെയാണെങ്കിൽ ഈ റിഫ്ലെക്സ് ആംഗിളിൻ്റെ ഹാഫാണ് ദിസ് ആംഗിൾ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് ആർക്കിലെ ആംഗിൾ. ഓക്കെ, അപ്പോൾ ആംഗിൾ R ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 240 ദാറ്റ് മീൻസ് 120 ആൻസർ. ഓക്കെ, അപ്പോൾ ദിസ് ആംഗിൾ ഈസ് 120 ഡിഗ്രി. ഇതാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? From a point T outside a circle of center O, tangents TP and TQ are drawn to the circle. Prove that OT is the right bisector of line segment PQ. അതായത് OT എന്ന് പറയുന്നത് റൈറ്റ് ബൈസെക്ടറാണ്. ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ നോക്കൂ, ഈ മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. ഈ മീറ്റിംഗ് പോയിൻ്റ് ഇത് കണ്ടു കറക്റ്റ്. ഞാൻ ഈ പോയിൻ്റ് ഇവിടെ P മാർക്ക് ചെയ്തു, ഇവിടെ Q മാർക്ക് ചെയ്തു. ഇത് R ആണെങ്കിൽ ഇത് കറക്റ്റ് ബൈസെക്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സെൻറ്റർ O ആണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ, കാരണം റേഡിയസ് ആണ്. ഈ റേഡിയസ് ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ കിട്ടുന്ന ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, നമുക്കത് അറിയാവുന്നതാണ്. ഇപ്പോൾ ഗിവൺ തന്നിരിക്കുന്ന ടാൻജൻസ് TP ആൻഡ് TQ ആർ ഡ്രോൺ ഫ്രം എ പോയിന്റ് T ഔട്ട്സൈഡ് എ സർക്കിൾ. ഓക്കെ, TP TQ ഈക്വൽ ആണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, പ്രൂഫ്. ഇപ്പോൾ ഗിവൺ ഇത് എഴുതി, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, അപ്പം ഇനി നമുക്ക് ടു പ്രൂവ് എന്ന് എഴുതാം. ടു പ്രൂവ് എന്ന് പറഞ്ഞാൽ OT ഈസ് ദ റൈറ്റ് ബൈസെക്ടർ. ഈ OT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OT ഈസ് ദ റൈറ്റ് ബൈസെക്ടർ ആണ്. റൈറ്റ് ബൈസെക്ടർ of the line segment PQ. OT is the right bisector of the line segment PQ. PQ എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ റൈറ്റ് ബൈസെക്ടർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രൂഫ് എടുക്കാം? ഓക്കെ, നമുക്ക് എങ്ങനെ പ്രൂഫ് എടുക്കുന്നത്? ഓക്കെ, നമുക്കറിയാം TP ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ എഴുതുകയാണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. അതായത് PTR എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ആൻഡ് ട്രയാങ്കിൾ TQR. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PT ദാറ്റ് ഈസ് ഈക്വൽ ടു QT അല്ലെങ്കിൽ TP ദാറ്റ് ഈസ് ഈക്വൽ ടു TQ. അത് ടാൻജൻസ് ആണ്, ഈക്വൽ ടാൻജൻസ് ആണ്. എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ആണ്. ഇനി നമുക്കറിയാം TR ദാറ്റ് ഈസ് ഈക്വൽ ടു TR. എന്താ കാരണം? കോമൺ പോയിന്റ് TR ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ എഴുതി, കോമൺ ലൈൻ സെഗ്മെൻറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒറ്റ പോയിന്റ് കൂടിയാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും
അല്ലേ? ഇവിടെ വരുന്ന പിയും ഇവിടെ വരുന്ന പിയും ഈക്വൽ ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടോ? ഈക്വൽ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. പി ടി ക്യൂ എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ടി പി ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ടി ക്യൂ ആർ. ഓക്കെ, അപ്പോൾ therefore ടി ആർ പി ഈസ് ഈക്വൽ ടു കോൺഗ്രുവൻറ്റ് ടു ടി ക്യൂ ആർ. ക്ലിയർലി? അപ്പോൾ എസ് എ എസ് കോൺഗ്രുവൻസ് വെച്ച് ഈ ടു ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ്. ഈ ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ കറസ്പോണ്ടിംഗ്ലി ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. വി ക്യാൻ റൈറ്റ് ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് ആംഗിൾ ടി ആർ പി ദാറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ടി ആർ ക്യൂ. ഓക്കെ, പി ആർ ക്യൂ എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യുന്നു? ആംഗിൾ ടി ആർ പി പ്ലസ് ആംഗിൾ ടി ആർ ക്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു 180 ആണെന്ന് നമുക്കറിയാം. എന്താ കാരണം? പി ക്യൂ ഇസ് എ ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കൊടുക്കാം? ഇത് ഇപ്പോൾ എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 180 ആണെങ്കിൽ 2x ദാറ്റ് ഇസ് ഈക്വൽ ടു 180, എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ഈ ഓരോ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ റൈറ്റ് ബൈസെക്ടർ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. റൈറ്റ് ബൈസെക്ടർ. ഓക്കെ, ഇനി ഇങ്ങനെ ബൈസെക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ് ബൈ സിപ്പിസിറ്റി, അല്ലേ? കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പി ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ ക്യൂവും ആയിരിക്കും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് 90 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ബൈസെക്ടറും ആണ്. അതിനെ ബൈസെക്റ്റ് ചെയ്തു. ഇത് 90 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the given figure, PA and PB are tangents to the circle from an external point P. CD is another tangent touching the circle at Q. If PA equal to 12 cm, QC equal to DQ equal to 3 cm, then find PC plus PD. Okay. Given that AC that is equal to CQ. And C is an external point. Okay, C is an external point. We want to prove that PC plus PD. PC plus PD. ഈ ലെങ്ത്താണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. പി സി പ്ലസ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ലെങ്ത്ത് പി സി പ്ലസ് പി ഡി എന്ന് പറയുന്ന ലെങ്ത്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്? ദാറ്റ് മീൻസ് പി എ ദറ്റ് ഇസ് ഈക്വൽ ടു 12 തന്നിട്ടുണ്ട്. പി എ 12 ആണെങ്കിൽ നമുക്കറിയാം ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്ന പി ബിയും 12 തന്നെയായിരിക്കും. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ക്യൂ സി ദറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ. അതായത് ഇപ്പം ക്യൂ സി അതായത് സി ക്യൂ ദറ്റ് ഈസ് ഈക്വൽ ടു സി എ ദറ്റ് ഈസ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നിരിക്കുകയാണ് ഡി ക്യൂ ദറ്റ് ഈസ് ഈക്വൽ ടു ഡി ബി ദറ്റ് ഈസ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് പി സി പ്ലസ് പി ഡി ആണ്. അപ്പോൾ ഞാൻ പി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽ ടു പി എ മൈനസ് എ സി. ഓക്കെ, പി എ മീൻസ് 12. ഇനി നമുക്കറിയാം ഇവിടുന്ന് എ സി മീൻസ് 3. അപ്പോൾ 3 കിട്ടി. അപ്പോൾ എനിക്ക് 9 കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് പി ബി ദറ്റ് ഈസ് ഈക്വൽ ടു 12 മൈനസ് ഇവിടുന്ന് എന്താ വരണ്ടേ? ഓക്കെ, ഇവിടെ നമുക്ക് പറയണേ പി സി ഇൻറ്റു പി ഡി ആണ്. അപ്പോൾ പി ബിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ബി ഡി മൈനസ് ചെയ്താൽ പി ഡി കിട്ടും, അല്ലേ? പി ഡി ദറ്റ് ഈസ് ഈക്വൽ ടു പി ബി മൈനസ് ഡി ബി. ഓക്കെ, ഡി ബി അതായത് 12 മൈനസ് 3 ദറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ പി സി പ്ലസ് പി ഡി ദറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 9 ദറ്റ് ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കേ ഉള്ളൂ. ഓക്കെ, കൂടുതൽ സ്റ്റെപ്സ് എടുക്കാനേ നോക്കണ്ട. അത് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ വരെയുള്ള ഈ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. ഈ ലെങ്ത്ത് 12 ആണ്. ഈ ലെങ്ത്ത് 12 ആണ്. ഈ ലെങ്ത്ത് 3 ആണ്. ഈ ലെങ്ത്ത് 3 ആണ്. ദാറ്റ് മീൻസ് ഇതിന് ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ 12 മൈനസ് 3 9 വന്നു. കേട്ടോ.
അപ്പോൾ ഇതിൽ നിന്ന് 12 മൈനസ് 3 ചെയ്താൽ 9 വന്നു. ദാറ്റ് മീൻസ് 9 + 9 നമുക്ക് 18 സെൻറ്റിമീറ്റർ. 1 മാർക്ക് ക്വസ്റ്റ്യൻ പോലെ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ട്രൈ ചെയ്യാനാണ്. ABC is a triangle. A circle touches sides AB and AC produced an side BC at X, Y and Z respectively. Show that AX equal to half perimeter of triangle ABC. The next question. In figure, AB is a chord of length 8 cm of a circle of radius 5 cm. The tangents to the circle at A and B intersect at P. Find the length of AP. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇത് 5 സെൻറ്റിമീറ്റർ ആണ്, ഇത് 8 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AP. AP എന്ന് പറയുന്ന ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. AP ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്താൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഇത് റൈറ്റ് ബൈസെക്ടർ ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. ഇത് 4 ആണെങ്കിൽ ഈ ലെങ്ത്ത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്താൽ നമുക്കറിയാം ഇതും 5 ആണ്, ഇത് 3 ആണ്. ഓക്കെ, അതിപ്പോൾ ഞാൻ ഇവിടുന്ന് M കൊടുത്താൽ എനിക്ക് ഇവിടുന്ന് എന്തെഴുതാം? OM സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് എനിക്ക് ഇവിടുന്ന് ഇതിൻ്റെ സ്ക്വയർ ദാറ്റ് മീൻസ് AM സ്ക്വയർ. OM സ്ക്വയർ മീൻസ് ഫൈൻഡ് ചെയ്യാനുള്ളത് ഇവിടെ തന്നിരിക്കുന്നത് 5 സ്ക്വയർ മൈനസ് 16, 5 സ്ക്വയർ 16, അതായത് 4 സ്ക്വയർ. അപ്പോൾ 25 മൈനസ് 16, അപ്പോൾ OM ദറ്റ് ഈസ് ഈക്വൽ ടു √9 ദറ്റ് ഈസ് ഈക്വൽ ടു 3. സ്റ്റെപ്സ് എഴുതാൻ വേണ്ടി ഇത് അത്ര എഴുതി. ഓക്കെ, അപ്പോൾ ഇത് 3 കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ OAP കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ OP ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? അപ്പോൾ OP സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് AP സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ OP സ്ക്വയർ എന്ന് പറഞ്ഞെങ്കിൽ ഇത് X ആണ്, ഇത് 3 ആണെങ്കിൽ നമുക്ക് ഉടനെ എന്താ കൊടുക്കുന്നത്? OP X പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഇത് ദിസ് ഇസ് ഈക്വൽ ടു OA സ്ക്വയർ എന്ന് പറഞ്ഞെങ്കിൽ 5 സ്ക്വയർ പ്ലസ് AP സ്ക്വയർ. ഞാൻ AP സ്ക്വയർ എന്ന് എഴുതുന്നു. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഈ ഇക്വേഷനെ X സ്ക്വയർ പ്ലസ് 9 പ്ലസ് 6X ദറ്റ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് AP സ്ക്വയർ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ നെക്സ്റ്റ് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ PAM എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നോക്കൂ, ഇത് 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ എനിക്കിവിടെ AP സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു X സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് കൊടുത്തൂടെ? നോക്കൂ, ദിസ് സ്ക്വയർ പ്ലസ് ദിസ് സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു AP സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ AP ഞാൻ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ X സ്ക്വയർ പ്ലസ് 9 പ്ലസ് 6X ദറ്റ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് APയുടെ സ്ഥാനത്ത് X സ്ക്വയർ പ്ലസ് 16 കൊടുത്തു. ഓക്കെ, ഈ X സ്ക്വയറും കട്ട് ചെയ്തു. അപ്പോൾ 6X ദറ്റ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് 16 മൈനസ് 9 വന്നു. അപ്പോൾ 6X ദറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് ഓക്കെ, അപ്പോൾ 25 പ്ലസ് 16 മൈനസ് ഇത് 7 ആണ്, ദാറ്റ് മീൻസ് 32 വന്നു. അപ്പോൾ 6X ദറ്റ് ഈസ് ഈക്വൽ ടു 32 വന്നു. ദാറ്റ് മീൻസ് X ദറ്റ് ഈസ് ഈക്വൽ ടു 32/6. ഓക്കെ, ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2 പോകും. അപ്പോൾ 16/3 വന്നു. നമുക്ക് X ഈക്വൽ ടു 16/3 ഈ ലെങ്ത്ത്. അപ്പോൾ ഇനി നമുക്ക് ഈ ലെങ്ത്ത് AP ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. AP ഫൈൻഡ് ചെയ്താൽ ഇക്വേഷൻ നമ്പറിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Xൻ്റെ വാല്യൂ കിട്ടി. അതായത് AP സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 16/3 ഹോൾ സ്ക്വയർ പ്ലസ് 16 കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ AP സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 16ൻ്റെ സ്ക്വയർ ബൈ 9 പ്ലസ് 16 ദാറ്റ് മീൻസ് ഇൻറ്റു 9/9 കൊടുത്തു. അപ്പോൾ AP that is equal to 256 plus 16 into 9/9 വരും.
That means 16 into 9. Okay. 144 വന്നു. ഇങ്ങനെ വന്നു. That means എനിക്കിവിടെ 400 by 9 into square. അതായത് എ പി ദാറ്റ് ഇസ് ഈക്വൽ ടു 20/3. അപ്പോൾ എനിക്ക് എ പി എന്ന് പറയുന്ന ലെങ്ത്ത് 20/3 കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് 6 2/3 നമുക്ക് ഈ ലെങ്ത്ത് എന്ന് വെച്ചാൽ 6 സെൻറ്റിമീറ്റർ 2/3 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ഈ ചെറിയ ട്രയാങ്കിൾ. അപ്പോൾ രണ്ടിലും എ പി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 2 തിരിച്ച് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻഡ് കൂട്ടി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ പാരലോഗ്രാം സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ ഈസ് എ റോംബസ്. നമുക്ക് ഗിവൺ എന്ന് പറയുന്നത്, ഓക്കെ, ഗിവൺ എന്ന് പറയുന്നത് എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം ആണ്. ഇനി നമുക്ക് ടു പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി സി ഡി ഈസ് എ റോംബസ് അല്ലേ? നമുക്ക് റോംബസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂഫ്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൂഫ് തുടങ്ങാം? ഓക്കെ, അതായത് ഈ സൈഡ് അവിടെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഇതിലേക്ക് വരയ്ക്കുന്ന ഞാനിവിടെ എഴുതാണ് എ പി ദറ്റ് ഇസ് ഈക്വൾ ടു എ എസ്. ഇക്വേഷൻ നമ്പർ 1 നമുക്കറിയാം, ഇത് രണ്ടും ഈക്വലാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, അതേപോലെ പി ബി ദറ്റ് ഇസ് ഈക്വൾ ടു ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഇൻഡിനേക്കുള്ള ക്യൂ ബിക്ക് ഈക്വലാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ ഇതാ ഈ പോയിന്റ് എടുക്കുക. ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന 2 ടാൻജൻസും ഈക്വലാണ്. അപ്പോൾ ഇവിടുന്ന് ഡി ആർ ദറ്റ് ഇസ് ഈക്വൾ ടു ഡി എസ്, ഇക്വേഷൻ നമ്പർ 3. അതുപോലെ തന്നെ ഇവിടുന്ന് സി ആർ ദറ്റ് ഇസ് ഈക്വൾ ടു സി ക്യൂ, ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഈ 4 ഇക്വേഷൻസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ ലെങ്ത്തും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, എ പി പ്ലസ് പി ബി, ഓക്കെ, പി ബി ദറ്റ് ഇസ് ഈക്വൾ ടു ഡി ആർ പ്ലസ് സി ആർ പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, ഡി ആർ ഓക്കെ പ്ലസ് സി ആർ. ഓക്കെ, ദിസ് ഇസ് ഈക്വൾ ടു ഇവിടെ നോക്കൂ എ എസ്. ഇതിനൊക്കെ ഓരോന്ന് ഈക്വലൻ്റ് എന്താണ്? എ എസ് പ്ലസ് ഇവിടെ എന്താണ്? ക്യൂ ബി അല്ലെങ്കിൽ ബി ക്യൂ പ്ലസ് ഡി എസ് പ്ലസ് സി ക്യൂ. ഓക്കെ, ഇനി നമുക്ക് എ പി പ്ലസ് പി ബി എന്ന് പറയുന്നത് നോക്കി, എ പി പ്ലസ് പി ബി ഒരു ഗ്രൂപ്പാണ്, പ്ലസ് ഡി ആർ പ്ലസ് സി ആർ എന്ന് പറയുന്നത് ഇതാ മറ്റൊരു ഗ്രൂപ്പാണ്. അതുപോലെ എ എസ് പ്ലസ് ബി ക്യൂ, അതുപോലെ ഡി എസ് പ്ലസ് സി ക്യൂ. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബി ആണ്. നോക്കൂ, ഇതെന്ന് പറഞ്ഞെങ്കിൽ സി ഡി ആണ്. ദറ്റ് ഇസ് ഈക്വൾ ടു ഇത് എ എസ് പ്ലസ് ഡി എസ്. ഓക്കെ, എ എസ് പ്ലസ് ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡി ആണ്. ഓക്കെ, ഇത് ബി ക്യൂ പ്ലസ് സി ക്യൂ. അപ്പോൾ ബി ക്യൂ പ്ലസ് സി ക്യൂ എന്ന് പറയുന്നത്, ഓക്കെ, ബി ക്യൂ പ്ലസ് സി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ബി സി ആണ്. അപ്പോൾ എ ബി ദറ്റ് ഇസ് ഈക്വൾ ടു, കാരണം എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതായത് എ ബി ദറ്റ് ഇസ് ഈക്വൾ ടു സി ഡി ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ 2 ടൈംസ് എ ബിക്ക് ഈക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ എ ഡി ദറ്റ് ഇസ് ഈക്വൾ ടു എനിക്ക് എന്ത് എഴുതാം? ബി സി എന്ന് എഴുതാം. അപ്പോൾ ഇവിടുന്ന് 2 ടൈംസ് എനിക്ക് എ ഡിക്ക് ഈക്വലാണ്. അപ്പോൾ 2 കട്ട് ചെയ്ത് പോയാൽ എ ബി ദറ്റ് ഇസ് ഈക്വൾ ടു എ ഡി എന്ന് വന്നു. എ ബി ദറ്റ് ഇസ് ഈക്വൾ ടു എ ഡി, അതായത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വലായി. ഇത് 2 അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഈസ് എ റോംബസ്. ഓൾറെഡി ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ പാരലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ റോംബസ്. അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, റോംബസ് ആണ്. ഇവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ച് ഗ്രൂപ്പ് ചെയ്യാം. എ എസ് പ്ലസ് ബി ക്യൂ, എ എസ് പ്ലസ് ബി ക്യൂവിൻ്റെ കൂടെ എ എസ് പ്ലസ് ഡി ക്യൂ എന്ന് എടുക്കാം. ഇതും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ഡി കിട്ടും. അതുപോലെ എ പി പ്ലസ് പി ബി, എ പി പ്ലസ് പി ബി കറക്റ്റാണ്. അതേപോലെ ഡി ആർ പ്ലസ് സി ക്യൂ കറക്റ്റാണ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടി. ഇഫ് എ
if A, B and C are the sides of a right triangle where C is the hypotenuse, a circle of radius r touches the sides of the triangle, prove that r equal to a plus b minus c by 2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് r that is equal to a plus b minus c by 2 ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് ഈ ലെങ്ത്തിനാണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞാൽ ഈ എ സി എന്ന് പറയുന്ന ഫുൾ ലെങ്ത്, സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ലെങ്ത്. അപ്പോൾ ഇതും റേഡിയസ് ആണ്, ഇതും ആറാണ്, ഇതും റേഡിയസ് ആണ്, ഇത് ആർ, ഇത് ആർ ഓ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്കറിയാം ഇതിന് ഞാൻ എന്നും ഇതിന് എൻ എന്നും കൊടുത്താൽ ഒ എം ദറ്റ് ഈസ് ഈക്വൾ ടു ഒ എൻ ദറ്റ് ഈസ് ഈക്വൾ ടു ആർ റേഡിയസ് ആണ് അല്ലേ? ഓക്കെ, ഇത് റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ് ആണ് സി എൻ ദറ്റ് ഈസ് ഈക്വൾ ടു സി എം അല്ലേ? ടാൻജൻസ് ഈക്വൽ ടാൻജൻസ് ആണ്. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് ഇവിടെ ഈക്വലാണ്. ഈ അഡ്ജസൻറ്റ് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? അതായത് പെർപെൻഡിക്കുലറാണ്, ഇത് പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ഇവിടെ എം ഒ എൻ സി എന്ന് പറഞ്ഞാൽ ഈസ് എ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്തും ആറായി, ഈ ലെങ്ത്തും ആറായി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഓരോ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ഈ ലെങ്ത്തുകളെല്ലാം നമുക്ക് സെയിമാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് എഴുതുകയാണ് എ എം ദറ്റ് ഈസ് ഈക്വൾ ടു എ സി എന്ന ലെങ്ത്ത് എഴുതാം. ഓക്കെ, ഇവിടെ എ എം എന്ന് പറഞ്ഞെങ്കിൽ ഫുൾ ലെങ്ത്താണ്. നമുക്കറിയാം എ സി മൈനസ് എം സി ദറ്റ് ഈസ് ഈക്വൾ ടു ഇവിടെ എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ ലെങ്ത് എ ബി ആണ്. എ ബി മൈനസ് എ ബി മൈനസ് ബി സി. ഓക്കെ, ഈ എക്സ്റ്റേണൽ പോയിന്റ്. ഇനി നമുക്ക് ഇവിടുന്ന് ഓരോന്നും അറിയാവുന്ന ഡേറ്റാസ് എഴുതി നോക്കിയാലോ. എ സി എന്ന് പറയുന്ന ഈ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി ആണ്. ഓക്കെ, ഈ ഫുൾ ലെങ്ത് ബി ആണ്. ബി മൈനസ് ആർ ദറ്റ് ഈസ് ഈക്വൾ ടു എ ബി എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് സി ആണ് മൈനസ് ബി സി. ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഫുൾ ലെങ്ത് എ ആണ്. എയിൽ നിന്നും കണ്ടോ എ മൈനസ് ആർ സബ്ട്രാക്റ്റ് ചെയ്താൽ അതിന് ഈക്വലാണ് ബി സി. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? ബി സി ദറ്റ് ഈസ് ഈക്വൾ ടു ബി എൻ. ഈ പോയിൻറ്റും ഈ ഒരു പോയിൻറ്റ് ചെയ്യാൻ എന്താ ചെയ്തത്? ഇപ്പോൾ ഇതിനെ ക്യൂ എന്നെടുത്തു, ഈ ലെങ്ത് സി. ഓക്കെ, അപ്പോൾ ബി ക്യൂ. അപ്പോൾ ഈ ഫുൾ ലെങ്ത് എ ബിയിൽ നിന്നും ബി ക്യൂ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ബി ക്യൂ എന്തിന് ഈക്വലാണ്? ഇതാ ബി ക്യൂ എന്ന് പറയുന്നത് ബി എന്നിന് ഈക്വലാണ്. ഓക്കെ, ബി എൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഇതാ ബി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് എ മൈനസ് ആർ, അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതിയേക്കുന്നത് ക്ലിയർ അല്ലേ? അപ്പോൾ ബി മൈനസ് ആർ ദറ്റ് ഈസ് ഈക്വൾ ടു സി മൈനസ് എ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ദിസ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ബി മൈനസ് എ എന്നുള്ള പ്ലസ് എ മൈനസ് സി ദറ്റ് ഈസ് ഈക്വൾ ടു 2r. അതായത് 2r ദറ്റ് ഈസ് ഈക്വൾ ടു എ പ്ലസ് ബി മൈനസ് സി. ആർ ദറ്റ് ഈസ് ഈക്വൾ ടു എ പ്ലസ് ബി മൈനസ് സി ബൈ 2. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ഞാൻ സി എന്ന് എടുത്തിട്ടാണ് ചെയ്തേക്കണം. ഇവിടെ പോയിൻറ്റ് ക്യൂ എന്ന് കൊടുത്തു. കേട്ടോ, ഈ ടാൻജൻറ്റിൻ്റെ പോയിൻറ്റിന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എ എം ദറ്റ് ഈസ് ഈക്വൾ ടു ഇവിടെ എ ക്യൂ എന്നെടുത്ത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ എ എം ദറ്റ് ഈസ് ഈക്വൾ ടു എ ക്യൂ എന്നെടുത്തു. ഓക്കെ, Okay, next question. In figure PQ and RS are two parallel tangents to a circle with a center O and another tangent AB with point of contact C intersecting PQ at A and RS at B. Prove that
ആംഗിൾ AOB ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇത് ട്രൈ ചെയ്യാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the given figure, O is the center of the circle. Determine angle APC. If DA and DC are tangents and angle ADC equal to 50 degree. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ട്രൈ ചെയ്യാനാണ്. ഇതിൽ ആദ്യം വായിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ആദ്യം വായിച്ച ക്വസ്റ്റ്യൻ, പിന്നെ സെക്കൻഡ് വായിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനുള്ളിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് APC, അതായത് ആംഗിൾ APC ദറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊരു വിഷമമില്ല അത് ഫൈൻഡ് ചെയ്യാൻ. നിങ്ങൾക്കറിയാം, ഇത് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. ഞാനിത് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യും. ജസ്റ്റ് ഹിൻറ്റ് തരുന്നു. ഇങ്ങനെ സെൻറ്ററാണ്, സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ O പ്ലസ് ആംഗിൾ D ദറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം കോഡിലാറ്ററലാണ്, 360 ആണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അല്ലാതെ തന്നെ നമുക്കറിയാം ഇതെപ്പോഴും എന്താണ് 180 മൈനസ് 50 130 ആയിരിക്കും. 130 ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്സ് ആംഗിൾ ഓഫ് AOC അതിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ. ഓക്കെ, അപ്പോൾ 360 മൈനസ് 130 എടുക്കുക. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടി 230 ബൈ 2. അപ്പോൾ 1 ഇവിടെ 1 ഇവിടെ 5 115 അതായിരിക്കും ഈ ആംഗിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് എഴുതി നിങ്ങൾ ചെയ്യാമല്ലോ. മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ AOB 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ AOB ഇത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും കൂടിയാണ്, എന്നാൽ കുറേ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് ഇത് ബൈസെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് AO. അങ്ങനെയാണെങ്കിൽ ഇത് 1 2 നമുക്കിവിടെ ഈക്വലാണ്. ആംഗിൾ 1 ദറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ഈക്വലാണ്. ഇതിന് ഞാൻ 3 4 കൊടുത്താൽ ആംഗിൾ 3 ദറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ 4 ഈക്വലാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 ആണ്. കാരണം ഇതെന്താണ്, ഒരു ലൈനാണ്. അപ്പോൾ 180 ആണെങ്കിൽ 2 ടൈംസ് ദിസ് പ്ലസ് 2 ടൈംസ് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി ആയി. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് പറഞ്ഞാൽ 1 2 3 4 ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. കാരണം ഇത് PQ RSും പാരലൽ ലൈൻസാണ്. അപ്പോൾ ഇത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിലും ഇത് പ്ലസ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 90 ആണ്. അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ദിസ് ട്രയാങ്കിൾ ഇത് 90 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്കിത് പ്രൂവ് ചെയ്യാം. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററും ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യുന്നത്, ഞാൻ വീണ്ടും പറയുകയാണ്, ഡിലീറ്റഡ് പോർഷൻസ് മാറ്റി നിർത്തിയിട്ട് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് 1 2 ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാൻ തന്നിരിക്കുന്ന ഒരെണ്ണം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ 1 2 എണ്ണം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത ചാപ്റ്റർ എടുക്കാം. ഓക്കെ, താങ്ക് യു.